ഹോർമൂസ് ഉപരോധം പൊളിച്ചടുക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, അതിന് മുന്നിൽ കാണുന്ന ഒരു വഴിയാണോ UAEയുടെ കളം മാറി ചവിട്ടൽ? അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. ലേശം വ്യത്യസ്തമായ രീതിയിലാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഞാൻ സമീപിക്കുന്നത് അറ്റ്ലീസ്റ്റ് അത് പ്രേക്ഷകരത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വൈ UAE ഈസ് ഇൻ ന്യൂസ് നൗ? ഇപ്പോൾ പലരും ചിന്തിക്കും, ഇതാ ഒപ്പെക്കിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യം പുറത്തു പോയിരിക്കുന്നു. അതിനിപ്പോൾ എന്താ കാര്യം? പല രാജ്യങ്ങളും പുറത്തു പോയില്ലേ? 2019 ഖത്തർ പുറത്തു പോയില്ലേ? എന്ത് സംഭവിച്ചു? പല സമയത്തും പല രാജ്യങ്ങളും പുറത്തു പോയില്ലേ? ഇടയ്ക്ക് ഒപ്പെക് പ്ലസ് എന്ന് പറയുന്ന ഈ ഒപ്പെക്കിന് പുറത്തുള്ള രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് ഒപ്പെക് പ്ലസ് ഉണ്ടാക്കിയില്ലേ? എന്നിട്ടും കാർട്ടലുകൾ രൂപീകരിച്ച് എണ്ണ വില ഭീതിതമായ രീതിയിൽ ഉയർത്തി നിർത്താനല്ലേ ഇവരൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ UAE മാത്രം വിട്ടുപോയിട്ട് എന്ത്? ഇത് എണ്ണയല്ല വിഷയം. ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എണ്ണ മാത്രമല്ല, എണ്ണയും ഫോക്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്സിൻ്റെ മറ്റൊരു ലെവലാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹോർമൂസ് കടലിടുക്കിൻ്റെ ജിയോഗ്രഫി ഇപ്പോൾ ഇതോടൊപ്പം ചേർക്കുന്ന ചിത്രത്തിൽ ആ ഹോർമൂസിൻ്റെ ആ ഒരു കിടപ്പ് വശം മനസ്സിലാകും. UAE എന്ന രാജ്യം, അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗം, അവിടെയാണ് ദുബായ്, അബുദാബി, ഷാർജ, ഒക്കെ അല്ലെങ്കിൽ അങ്ങോട്ട് കിടക്കുക, റാസൽ ഖൈമ, ഇങ്ങനെ കയറി നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഫുജൈറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, UAEയുടെ ഒരു ഭാഗമാണ്. അത് കിഴക്കൻ ഭാഗമാണ്. അത് ഒമാനോട് ചേർന്ന് നിൽക്കുന്ന പേർഷ്യൻ ഗൾഫിന് പുറത്തുള്ള ഒമാൻ ഉൾക്കടൽ, അതായത് ഹോർമൂസിനും കിഴക്ക് ഒമാൻ ഉൾക്കടലിലേക്ക് നിൽക്കുന്ന പ്രദേശമാണ് ഫുജൈറ. അപ്പോൾ എണ്ണ എന്ന് പറയുന്നത് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ UAEക്ക് ഹോർമൂസ് കടലിടുക്ക് കടന്നാണ് മുഖ്യമായി പോകേണ്ടത്. അബുദാബിയിലെ എണ്ണ പോകണമെങ്കിൽ അത് തീർച്ചയായും UAEയുടെ പോർട്ടിലെത്തി അവിടെ നിന്നും ഹോർമൂസ് കടലിടുക്ക് കടന്ന് പിന്നീട് കിഴക്ക് സമുദ്രത്തിലേക്ക്, പ്രത്യേകിച്ച് അറബിക്കടലിലേക്ക്, ഒമാൻ ഉൾക്കടൽ വഴിയാണ് പോകേണ്ടത്. പക്ഷെ ഒമാൻ ഉൾക്കടലിൽ തന്നെ, ഹോർമൂസിന് പുറത്ത് ഒമാൻ ഉൾക്കടലിൽ തന്നെ UAEക്ക് ഫുജൈറ തുറമുഖം ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് ആ വഴി നോക്കിക്കൂടാ? അങ്ങനെയാണ് എണ്ണ അബുദാബിയിൽ നിന്നുൾപ്പെടെ 400ഓളം കിലോമീറ്ററുകൾ കിഴക്കോട്ട് പമ്പ് ചെയ്ത് പൈപ്പ് ലൈനുകൾ, വലിയ പൈപ്പ് ലൈനുകൾ വഴി വലിയ തോതിൽ എണ്ണ ഫുജൈറയിൽ എത്തിച്ചിട്ട് അവിടെ യുദ്ധമില്ല, ഉപരോധമില്ല. അവിടെ അമേരിക്കൻ നാവിക സാന്നിധ്യമുണ്ട്, പക്ഷേ ഇറാൻ്റെ ഉപരോധം അവിടം വരെ വരുന്നില്ല. അത് ഇറാനിലേക്ക് കടന്നു നിൽക്കുന്ന, ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് 12 നോട്ടിക്കൽ മൈൽ ഉള്ള കടൽ ഇറാൻ്റെയാണ്. പിന്നെ കടന്നു നിൽക്കുന്ന ഭാഗം, അതിന്മേലുള്ള നിയന്ത്രണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാൻ അത് മാത്രമല്ല, ഇറാൻ ഒരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു. ഇറാൻ്റെ പാർലമെൻറ്റ് മജ്ലിസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഹോർമൂസിനെ തങ്ങളുടെ സ്വാധീന മേഖലയായി ഇതിനെ അംഗീകരിച്ചിരിക്കുന്നു. പാർലമെൻറ്റ് തന്നെ ഒരു പ്രമേയത്തിലൂടെ അതിനെ അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ മാസം പിരിവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ലെജിസ്ലേഷനിൽ, ഈ പാർലമെൻറ്റിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ പിരിവിൻ്റെ കാര്യം, അത് ചുങ്കം പിരിവിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഹോർമൂസ് ഇനിയിപ്പോൾ സുഹൃത്ത് രാജ്യങ്ങൾക്ക്, ആ ലെജിസ്ലേഷൻ ഇങ്ങനെയാണ് പോകുന്നത്, സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഇറാൻ്റെ അനുമതിയോടുകൂടി എണ്ണ കൊണ്ടുപോകാം, ചരക്കുകൾ കൊണ്ടുപോകാം. പക്ഷേ ഇസ്രയേലിൻ്റെ കപ്പലുകൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു, അമേരിക്കൻ കപ്പലുകൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു. പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് ഇറാൻ്റെ പെർമിഷനോടുകൂടി, അത് കൺസെൻറ്റാണ്, അത് നിയമത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ വന്നു എന്നത് UAE ശ്രദ്ധിച്ചിട്ടുണ്ട്. 2, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഹോർമൂസ് എന്നതിനെ അവരുടെ കൂടെ ടെറിട്ടറി ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ ഇറാൻ്റെ മാത്രം ഫീഫ്ഡമായി കാണാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തയ്യാറല്ല. ഒമാൻ ഒരു പരിധിവരെ ഇറാൻ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് UAE കാണുന്നത്. ഒമാനും ഉണ്ട്. ആ തള്ളി നിൽക്കുന്ന കടൽ, ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുമല്ലോ, ഹോർമൂസിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു കരഭാഗം, അതിൻ്റെ കിഴക്കൻ ഭാഗം ഒമാൻ്റെയും പടിഞ്ഞാറൻ ഭാഗം UAEയുടേതുമാണ്. അങ്ങനെ ഒമാനും UAEയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. ഇവിടെ പുച്ഛക്കാര് മണികെട്ടും എന്നതിന് ഉത്തരമായി ഇതാ തങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രംഗത്ത് വരുന്നത്. നമുക്കറിയാം 1967 മുതൽ, ഒപ്പക്ക് രൂപീകരിക്കുന്ന 1960-ലാണ്, 1960-ലാണ്, 67 മുതൽ തന്നെ ഒരു എമിറേറ്റ് എന്ന നിലയിൽ അബുദാബി ഇതിൻ്റെ ഭാഗമാണ്.
ഒപ്പയ്ക്കിൻ്റെ ഭാഗമാണ്. പിന്നീട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പൂർണ്ണരൂപം എമിറേറ്റുകളെല്ലാം കൂടെ ചേർന്ന് ഷാർജ, റാസൽ ഖൈമ, ദുബായ് എല്ലാം ചേർന്ന് എമിറേറ്റുകളായി UAE ആയി കഴിഞ്ഞപ്പോൾ അത് ഒപ്പയ്ക്കിൻ്റെ ഭാഗമായി മാറി. അത്രയും കാലത്ത് 6 പതിറ്റാണ്ടിലധികമുള്ള ഒപ്പെക് ബന്ധം ഇപ്പോൾ വിച്ഛേദിക്കണം എങ്കിൽ UAE ഹാസ് അതർ പ്ലാൻസ്. പുറമെ പറയുന്ന കാരണം ഇതാണ്: തങ്ങളെ ഇറാൻ ആക്രമിച്ചു, GCC രാജ്യങ്ങൾ തങ്ങളുടെ രക്ഷക്കെത്തിയില്ല, അമേരിക്കൻ സഹായമുണ്ട് എന്ന് പറയുമ്പോഴും പൂർണ്ണമായി തങ്ങൾക്കെതിരെ ഏതാണ്ട് 5000-ഓളം മിസൈലുകളും അതിനേക്കാൾ കൂടുതൽ ഡ്രോണുകളുമാണ് വന്നത്. 5000-ഓളം മിസൈലുകൾ ആൻഡ് ഡ്രോൺസ് ടുഗെദർ, ഏതാണ്ട് 5000-ഓളം ഒബ്ജക്ട്സുകൾ വന്നു. ഇത് വലിയ നമ്പറാണ്, തങ്ങൾക്ക് തടയാനാവുന്നതിനേക്കാൾ വലിയ നമ്പറാണ്. അതുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടേതായ രീതിയിൽ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. No wonder UAE is now exploring the possibility of invoking the Abraham Accord. ഇനി അതിലേക്ക് വരാം. എന്താണ് അബ്രഹാം കരാർ? അമേരിക്കയുടെ പ്രേരണയാൽ അബ്രഹാമിൻ്റെ അതിപിതാവായി അറബികളും ജൂതരും ഒരുപോലെ കരുതുന്ന എബ്രഹാമിൻ്റെ പേരിൽ അറബി രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളൊക്കെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി സന്ധി ചെയ്തുകൊണ്ട് ഏർപ്പെട്ട കരാറാണ് സമഗ്രമായ വ്യാപാര, വാണിജ്യ, സാംസ്കാരിക സഹകരണ കരാർ. അതൊരു സ്റ്റെപ്പ് കൂടി നീണ്ടുകൊണ്ട് UAE അബ്രഹാമിക് കരാറിൻ്റെ ആ ഒരു ഗുഡ് വിൽ അനുസരിച്ച് ഇസ്രയേലിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഉള്ള നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നു. മുൻപും ചെറിയ തോതിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെ. ഇപ്പോഴിതാ ഏറ്റവും ആധുനികമായ ഇസ്രയേലിൻ്റെ വലിയ അഭിമാനമായ അയൺ ബീം എന്ന ലേസർ അധിഷ്ഠിത സംവിധാനം UAE വാങ്ങാൻ പോകുന്നുവോ, UAE-ലേക്ക് അതെത്തുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. എന്താണ് അയൺ ബീം? അയൺ ഡോം എന്ന് നമ്മൾ പറഞ്ഞാൽ ഏറിയൽ ഒബ്ജക്ട്സ് തടുക്കുന്ന ഒരു സംവിധാനം, ഏറിയൽ സംവിധാനം. അത് ഷോർട്ട് റേഞ്ച് മിസൈൽസ്, മൊളോട്ടോവ് കോക്ടെയിൽസ് ഒക്കെ ലെബനനിൽ നിന്നും സിറിയയുടെ അതിർത്തിയിൽ നിന്നും അല്ലെങ്കിൽ ഒക്കെ വരുന്ന ഇതാണ്. പാലസ്റ്റീൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ചെറിയ ഒബ്ജക്റ്റുകൾ തടുക്കാനുള്ളതാണ് അയൺ ഡോം. അതിനെ വ്യാപകമായ അർത്ഥത്തിൽ എല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ അയൺ ഡോം എന്ന് പറയുന്നു. എങ്കിൽ പോലും ചെറിയ ഒബ്ജക്ട്സിനെയാണ് അയൺ ഡോം, ഏതാനും കിലോമീറ്ററുകൾക്ക് പുറത്തുനിന്ന് വരുന്ന ഏറിയൽ ഒബ്ജക്ട്സിനെയാണ് അയൺ ഡോം തടുക്കുന്നത്. അതുപോലെ ആരോ 1 ദീർഘദൂര മിസൈലുകൾ, ആരോ 1, 2, 3, അതിൽ 2, 3 ഇപ്പോൾ നിലവിലുണ്ട്. അതായത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള മിസൈലുകളെ അത് ഇറാനിൽ നിന്നോ ഹൂതികളുടെയോ ഒക്കെ കടന്നു വരുമ്പോൾ ആകാശത്ത് വെച്ച് വളരെ ദൂരെ വെച്ച് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആരോ 2 ആൻഡ് ആരോ 3. മറ്റൊന്നുകൂടിയുണ്ട്, ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഒബ്ജക്ട്സിനെ തടുക്കാനായി ഡേവിഡ് സ്ലിംഗ്, ദാവീദിൻ്റെ കവണ എന്നുകൂടി അറിയപ്പെടുന്ന ആ ഒരു സംവിധാനം. അങ്ങനെ 4-fold ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ആണ് ഇസ്രയേലിനുള്ളത്. പക്ഷേ 5ാമത്തെ ലെയർ എന്ന് പറയുന്നതാണ് അയൺ ബീം. ഇത് പരമ്പരാഗതമായ മിസൈൽ സംവിധാനമല്ല, മിസൈൽ വേധ മിസൈലുകളല്ല, മറിച്ച് ബീമുകളാണ്. അതെന്താണ്? ഈ ലേസർ രശ്മികൾ അന്തരീക്ഷത്തിലേക്ക് പായിച്ചുകൊണ്ട് 20 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സംവിധാനമാണ്. ഇതിന് കൂടുതൽ കൃത്യതയുണ്ടാകും. ചിലവ് ഓൾമോസ്റ്റ് നിൽ. ബീമിന് ചിലവ് മാത്രമേ ഉള്ളൂ, അത് ഏതാനും ഡോളേഴ്സ്. മറ്റേത് ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചാണ് ഈ ഇറാൻ്റെ വില കുറഞ്ഞ ഡ്രോണുകൾ ഉൾപ്പെടെ തകർക്കാൻ. അതിൻ്റെ 100 ഇരട്ടി ചെലവ് വരും. ഈ പറയുന്ന പേട്രിയോട്ട് സിസ്റ്റം, അമേരിക്കയുടെ പേട്രിയോട്ട് സിസ്റ്റം, താഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഇറാഖിൻ്റെ മിസൈൽ പ്രതിരോധ കവചം, ഇതെല്ലാം വൻ ചെലവുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് UAE-ക്ക് ഇന്ന് ആവശ്യം ഇറാനിൽ നിന്ന് ഭാവിയിൽ ഏതെങ്കിലും രീതിയിൽ, ഇപ്പോൾ സമാധാന കരാറൊക്കെ ഉണ്ട് എങ്കിൽ പോലും നാളുകളിൽ ആക്രമണം പുനരാരംഭിക്കാം. ഹിറ്റിംഗ് റേഞ്ചിലാണ്. ഇറാൻ്റെ ദക്ഷിണ പ്രദേശത്തു നിന്നും വളരെയധികം ക്ലോസായി കിടക്കുന്ന പ്രദേശമാണ് UAE എന്നോർക്കണം. അതുകൊണ്ട് ഇറ്റ്സ് വെരി മച്ച് വിത്തിൻ ഹിറ്റിംഗ് റേഞ്ച്. അതുകൊണ്ട് ഹ്രസ്വദൂര ഒബ്ജക്റ്റ്, ഇറാനിൽ നിന്ന് വരുന്ന വലിയ ദൂരത്തിലുള്ള മിസൈലുകളല്ല, മറിച്ച് ഹ്രസ്വദൂര മിസൈലുകളെ തടയാൻ ഏറ്റവും വില കുറഞ്ഞ മാർഗം, ഏറ്റവും ആധുനികമായ മാർഗം, ഏറ്റവും സുരക്ഷിതമായ മാർഗം, ഏറ്റവും ഷാർപ്പായ മാർഗം അതാണ് അയൺ ബീം. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരു അറബ് രാജ്യത്തിന് ഇസ്രയേൽ ഈ സാങ്കേതിക വിദ്യയും ആയുധവും കൈമാറുമെന്ന് വിചാരിച്ചതേയില്ല. അത് ഓപ്പറേറ്റ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനുമുള്ള സ്റ്റാഫ് ഉൾപ്പെടെയാണ് ആ ഡീലിൻ്റെ ഭാഗമായി UAE-യിലേക്ക് വരുന്നത്. നോക്കൂ, മാറി വരുന്ന ചിത്രം നോക്കൂ. ഇസ്രയേൽ ഒരു ശത്രു എന്ന നിലയിലല്ല,
മറിച്ച് സുരക്ഷിതമായി തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി പോലും UAE ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെയാണ്. അവിടെ UAEയുടെ ചുരുക്കം എന്താണ്? തങ്ങൾ ഒപ്പെക്കിൽ അംഗരാജ്യമാണ്, ഇറാൻ അംഗരാജ്യമാണ്, ഇറാഖ് അംഗരാജ്യമാണ്, ഇസ്രായേൽ അല്ല, ഇസ്രായേൽ എണ്ണ ഉൽപ്പാദക രാജ്യമല്ല, സൗദി അംഗരാജ്യമാണ്, കുവൈറ്റ് അംഗരാജ്യമാണ്, ആ മേഖലയിലെ രാജ്യങ്ങളാണ്. പിന്നെ ദൂരെ കിടക്കുന്ന രാജ്യങ്ങളാണ് വെനിസ്വല, ഇമാദും എന്നൊക്കെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെ എന്ത് ചെയ്യുകയായിരുന്നു സൗദി അറേബ്യ? ഇപ്പം തങ്ങൾ ആക്രമിക്കപ്പെട്ടു, സൗദിയും ആക്രമിക്കപ്പെട്ടു, ശരിയാണ്. പക്ഷേ അറബ് ലീഗിൻ്റെ പ്രതികരണം ഉണ്ടായോ? തങ്ങളാണ് ഏറ്റവും കൂടുതൽ താഠനം ഏറ്റുവാങ്ങിയത് എന്നാണ് UAEയുടെ പരിഭവം. UAE ആദ്യം മുതൽ തന്നെ വളരെ ശക്തമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു യുദ്ധം ഒഴിവാക്കാൻ. ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് തങ്ങളുടെ താവളങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് സൗദി ഒഴുക്കൻ മട്ടിൽ പറഞ്ഞപ്പോൾ UAE കർശനമായി തന്നെ പറഞ്ഞു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ അമേരിക്ക തയ്യാറായില്ല. ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടു, UAEയുടെ മണ്ണ് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള ആരോപണമില്ല. പക്ഷേ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത് UAE ആണ്. അപ്പോൾ ഇറാൻ UAE ആക്രമിക്കുമെന്ന് UAE ഒരു കാലത്തും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ ഒരു വാശി, അവരുടെ ഒരു തങ്ങൾ ചീറ്റഡായി. അതായത് ഇറാൻ ചീറ്റ് ചെയ്തു എന്നല്ല, തങ്ങളുടെ GCC രാജ്യങ്ങളായ സൗദി, കുവൈറ്റ് ഉൾപ്പെടെ രാജ്യങ്ങൾ തങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു വച്ചിരിക്കുകയാണ് UAE. അതുകൊണ്ടാണ് അറബ് ലീഗിൽ ഇപ്പോഴും തുടരുന്നുവെങ്കിലും GCCയിൽ തുടരുന്നുവെങ്കിലും ഒപ്പക്കിൽ നിന്നും ഇതാ തങ്ങൾ പിന്മാറുന്നു. അതുകൊണ്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കോട്ട ഇത് ഞങ്ങൾക്ക് ബാധകമല്ല. എന്താണ് കോട്ട? UAEക്ക് ഒരു നിശ്ചിത അളവ് എണ്ണ ഉത്പാദിപ്പിക്കാം, ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. കോട്ട വെച്ചിരിക്കുകയാണ്. UAE പറയുന്നു തങ്ങളുടെ ശേഷി പൂർണ്ണമായി ഉപയോഗിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്നുകൊണ്ട് കോട്ട അനുസരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കോട്ടയ്ക്ക് പുറമെ 100 ദശലക്ഷം ബാരൽ ഉത്പാദിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു. അത് വിൽക്കാനും ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയിൽ വിൽക്കാൻ തങ്ങൾക്ക് അനുവാദം വേണം. ഒപ്പക്കിൽ അനുവാദമില്ല. ഒപ്പക്ക് നിശ്ചയിക്കും വില. എത്ര വിലക്കാണ് എണ്ണ വിൽക്കേണ്ടതെന്ന് ഒപ്പെക്ക് കൂടി ഒരു കാർട്ടലായി നിന്നുകൊണ്ട് വില, അന്താരാഷ്ട്ര വിപണിയിലെ വില അവർ നിയന്ത്രിച്ചു നിർത്തും, അല്ലെങ്കിൽ കൂട്ടി നിർത്തും. UAE പറയുന്നു തങ്ങൾക്ക് എണ്ണയുണ്ട്, ഉത്പാദനക്ഷമതയുണ്ട്, പോർട്ടുകളുണ്ട്. ഫുജൈറ പോർട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടേക്ക് പോലും ഈ യുദ്ധം തുടർന്നാൽ പോലും സൗദിയുടെ എണ്ണ കുറേയൊക്കെ ബ്ലോക്ക്ഡ് ആകും. പക്ഷേ UAEയുടെ, സൗദിക്കും വേറെ റെഡ് സീ പോർട്ടുണ്ട്. അവിടെ റെഡ് സീ ബ്ലോക്ക് ആകുകയാണെങ്കിൽ, ബാബൽ മന്ദേബ് ബ്ലോക്ക് ആയാൽ സൗദി പെട്ടു. സൗദിയുടെ എണ്ണ പുറത്തോട്ട് പോയില്ല. അല്ലെങ്കിൽ ഒമാനിലേക്ക് പമ്പ് ചെയ്ത്, ഒമാൻ്റെ കിഴക്കൻ പ്രദേശത്തേക്ക് പമ്പ് ചെയ്ത് എത്തിച്ചാൽ അവിടെ നിന്നും വേണമെങ്കിൽ സുഗമമായി പോകാം. പക്ഷേ UAEക്ക് അതിനേക്കാൾ ഭംഗിയായ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖല അശാന്തമാണെങ്കിൽ പോലും, ഹോർമൂസ് പൂർണ്ണമായി അടഞ്ഞു കിടന്നാൽ പോലും ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പം ഫ്യൂജൈറയിൽ നിന്നാണ്. അത് തങ്ങൾ ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഈ അടുത്ത സമയത്ത് UAE ഒപ്പിട്ടു. അധികം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. അതനുസരിച്ച് ഇന്ത്യൻ റുപ്പി കൊടുത്തുകൊണ്ട് UAEയിൽ നിന്നും എണ്ണ വാങ്ങാം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് റൂബിൾ കൊടുത്തുകൊണ്ടോ റുപ്പി കൊടുത്തുകൊണ്ടോ സാധിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ദിറാംസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ റുപ്പി കൊടുത്തുകൊണ്ടോ വാങ്ങാം. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇന്ന് $705 ബില്യൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവാണ്. സാമാന്യ തിരക്കേടില്ലാത്ത ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട്. പക്ഷേ ഡോളറിൽ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമ്പോൾ എല്ലാ കാര്യത്തിനും എണ്ണയ്ക്ക് പെട്രോൾ ഡോളർ എന്നാണല്ലോ പറയുക, ഡോളറിൽ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമ്പോൾ ഇന്ത്യയുടെ പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഭീതിതമായ രീതിയിൽ താഴുന്നു. ഇത് പാടില്ല. നിലനിർത്തണമെങ്കിൽ UAE ഇങ്ങനെയൊരു ഈ റട്ടിൽ നിന്ന് പുറത്തു വന്നെങ്കിലും പറ്റത് ഇന്ത്യയുടെ ആവശ്യം കൂടിയാണ്. ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് എല്ലാം ചേർന്ന് വരുമ്പോൾ ഒരുപക്ഷെ വേറിട്ടൊരു പന്ഥാവ് വെട്ടി തുറന്ന് ഒരുപക്ഷെ ഹോർമൂസിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ഇറാൻ ഏകപക്ഷീയമായി ശ്രമിക്കുമ്പോൾ ഇറാനുമായി തന്നെ ഒരു കരാർ ഏർപ്പെട്ടുകൊണ്ട് അതിനെയും ഒരുപക്ഷെ ഇപ്പോൾ എല്ലാവരും പേർക്കും അങ്ങനെ സാധിക്കുമോ? എന്തുകൊണ്ട് സാധിച്ചുകൂടാ? ഒമാൻ, ഇറാൻ ആൻഡ് UAE ഈ രാജ്യങ്ങളുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കൺവേർട്ട് ചെയ്യുന്ന പോയിന്റാണ് ഹോർമൂസ്. അപ്പോൾ ഇറാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ UAEക്കും തത്തുല്യമായ അവകാശമുണ്ട്. ദക്ഷിണ ഭാഗത്തൂടെ ഒമാനും അവകാശമുണ്ട്. ഈ 3 രാജ്യങ്ങൾ തമ്മിലൊരു ധാരണയാവുകയും കപ്പം പിരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അത് സുഗമമായി. അപ്പോൾ അവിടെ ഗൾഫ് രാജ്യങ്ങൾ കൂടി ഇത് അംഗീകരിക്കേണ്ടി വരും. കാരണം അവരുടെ ജീവനാഡിയാണത്. അതുകൊണ്ട് ആ സാധ്യതയെല്ലാം നിലനിർത്തണമെങ്കിൽ ഒപ്പെക്കിലെ അംഗത്വം ഒരു ബാധ്യതയായി കാണുന്നു. അതുകൊണ്ട് മാറി ചിന്തിക്കുന്നു. ഒരുപക്ഷെ യുദ്ധത്തിലെ ഒരു നിർണായക വഴിത്തിരിവ് കൂടിയാകാം. അതുകൊണ്ട് ചില രാജ്യങ്ങളെങ്കിലും പറയുന്നു മറ്റൊരു രീതിയിലേക്ക് യുദ്ധം തിരിയുകയാണ്.
UAE രംഗത്തിറക്കിക്കൊണ്ട് ഇപ്പോൾ സൗദിയെയും കുവൈറ്റിനെയും ഒക്കെ അമേരിക്ക വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ UAE ഒരുപക്ഷെ വിശ്വസിക്കുന്നു. ട്രംപിൻ്റെ തന്നെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെയുണ്ട്, അമേരിക്കയുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. എണ്ണ മാത്രമല്ല UAEയുടെ കരുത്ത് എന്നുകൂടി മനസ്സിലാക്കണം. ടൂറിസം മേഖല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ, ബാങ്കിങ് സെക്ടർ, അതല്ലെങ്കിൽ ഫ്രീ പോർട്ട്, ദുബായ് ഉൾപ്പെടെയുള്ള വിപണികളാണ്. ഇത് നഷ്ടപ്പെടുത്താനാവില്ല. അവിടെ ശാന്തത ആവശ്യമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് നേരിട്ട് സാധിച്ചില്ല എങ്കിൽ മാറി ചിന്തിക്കാൻ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തെ കിട്ടുമെങ്കിൽ അത് UAE കെയിം ഇൻ ഹാൻഡി. അത് മറ്റൊരു ആംഗിളാണ്. ഈ ആംഗിളിൽ കൂടി ചിന്തകൾ പോകണം. അങ്ങനെയെങ്കിൽ UAEക്ക് ഒരുപക്ഷെ ഇറാനുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഒമാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലും ആ മേഖലാ രാജ്യങ്ങൾ എന്ന നിലയിൽ ഹോർമൂസിനെ കുറിച്ചുള്ള നെഗോസിയേഷൻസ് നടക്കും. അല്ലെങ്കിൽ അമേരിക്ക വിചാരിച്ചാൽ നടക്കാത്ത ചില കാര്യങ്ങൾ UAE വിചാരിച്ചാൽ നടക്കും. പക്ഷേ ഇറാനുമായി ഒരു സന്ധി ചെയ്ത് തന്നെ പോകാനാണ് UAE ആഗ്രഹിക്കുന്നത്. കാരണം ഇറാനുമായി ശത്രുതയൊന്നുമില്ല. ചില ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് UAEയുമായി ചില തർക്കങ്ങൾ ഇറാൻ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്, പരസ്പരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇത് നെഗോഷിയേറ്റ് ചെയ്ത് പോവുകയും ആത്യന്തികമായ സമാധാന കരാറിൽ UAEയും ഇറാനും തമ്മിൽ, ഹോർമൂസിന് അപ്പുറവും ഇപ്പുറവുമായി കിടക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ എത്തിച്ചേരുകയും ചെയ്യുക എന്ന ഒരു ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട്. അതൊക്കെ ഈ സമഗ്ര കരാറിൻ്റെ ഭാഗമായി അതുകൂടി ഉൾപ്പെടുത്താൻ UAEക്ക് ഇപ്പോൾ വേറിട്ടൊരു നിലപാടെടുക്കേണ്ടി വരുന്നു. അതെല്ലാം തീർച്ചയായും ദേശ താല്പര്യത്തിന് വേണ്ടി, UAEയുടെ ദേശീയ താല്പര്യത്തിന് വേണ്ടിയാണ്. അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഒരു കൈത്താങ്ങൽ, എണ്ണ കുറവുള്ള, എണ്ണ വാങ്ങുന്ന ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു ഒരു അനുഗ്രഹമാണ്. കാരണം ഒപ്പെക്കിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും എണ്ണയുടെ മേൽ വില പറഞ്ഞുകൊണ്ട്, കാർട്ടലുകൾ രൂപീകരിച്ചുകൊണ്ട്, കോക്കസ് രൂപീകരിച്ചുകൊണ്ട്, ഖട്ടർ രൂപീകരിച്ചുകൊണ്ട് എണ്ണ ലഭ്യത കുറച്ചുകൊണ്ട് വരികയും ഉത്പാദനം കുറച്ചുകൊണ്ട് വരികയും അന്താരാഷ്ട്ര വിപണികളിൽ വില ഭീതിതമായി ഉയർത്തി നിർത്തുകയും ചെയ്യുന്ന ഒപ്പെക്കിൻ്റെ കിരാതമായ നടപടികളെ ഒരു രീതിയിൽ തുറന്നു കാട്ടാൻ ഇത് സഹായകരമാകും. അതുകൊണ്ട് ഒപ്പെക്കിന് ഉപരിയായി ഒരു എണ്ണ കച്ചവട മേഖല തുറക്കുകയാണ് ലോകത്തിൽ. UAEക്ക് സ്വാഗതം.